ദരിദ്രരുടെയും ആലംബഹീനരുടെയും പക്ഷം ചേർന്ന് അവർക്കു വേണ്ടി കുരിശിലേറിയവനാണ് ക്രിസ്തു. ദൈവപുത്രന്റെ ആ മാതൃക ഹൃദയത്തിൽ വഹിച്ച് ജീവിതത്തിൽ അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഓരോ ക്രൈസ്തവന്റെയും ചുമതല. തനിക്ക് ചുറ്റുമുള്ളവർക്ക് ആശ്രയമായി തീരുവാനും അവരുടെ കണ്ണീരൊപ്പാനും കഴിയുമ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തു ശിഷ്യരായി തീരുന്നു. പരസ്നേഹത്തിന്റെ മുദ്ര ഹൃദയത്തിൽ പതിപ്പിച്ച് ലോകത്തിലേക്ക് ഇറങ്ങുന്ന ഓരോ ശിഷ്യരിലൂടെയും ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. എഴുത്തുകാരൻ, വചനപ്രഘോഷകൻ എന്നീ നിലകളിൽ അനേകായിരങ്ങൾക്ക് ഉറച്ച ജീവിത വീക്ഷണവും ദൈവോന്മുഖമായ കാഴ്ചപ്പാടുകളും പകർന്നു നൽകി മുന്നേറുന്ന ശക്തനായ ശുശ്രൂഷകൻ, ഇടവക വൈദികൻ, സംഘാടകൻ, സാമൂഹ്യ പ്രവർത്തകൻ തുടങ്ങി എണ്ണമറ്റ മേഖലകളിൽ പ്രശസ്തനായ ബഹുമാനപ്പെട്ട വർഗീസ് കരിപ്പേരി അച്ഛൻ സമാനതകളില്ലാത്ത ഒരു മാതൃകാ വ്യക്തിത്വമാണ്. തന്റെ പൗരോഹിത്യ ജീവിതത്തിൽ പിന്നിട്ട കാൽ നൂറ്റാണ്ടിൽ ഏറെക്കാലവും പാവപ്പെട്ടവർക്കും പതിതർക്കുമായി വിയർപ്പൊഴുക്കിയ ഈ അഭിഷിക്തന്റെ രൂപീകരണത്തിന്റെ നാളുകൾ ഏറെ സവിശേഷമായ ദൈവീക ഇടപെടലുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ആദിയിലെ പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് തന്റെ സ്നേഹം അവരിൽ നിറയ്ക്കുവാൻ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ഈ ശുശ്രൂഷകന്റെ കൺമുന്നിൽ പാഠപുസ്തകങ്ങളായി ദൈവം നൽകിയത് ഒട്ടേറെ ജീവിതങ്ങളെയാണ്. വളരെ അപൂർവതകൾ ഉള്ളതായിരുന്നു ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛന്റെ പരിശീലന കാലം. പഠനങ്ങൾക്കും പരിശീലനങ്ങൾക്കും അപ്പുറം ഏറെ വ്യത്യസ്തമായ പ്രവർത്തന വീഥികളിലൂടെയാണ് ദൈവം അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. 1988 പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഉറച്ച ബോധ്യങ്ങളോട് കൂടിയ ഒരു തികഞ്ഞ അഭിഷിക്തനായി അദ്ദേഹം മാറിയിരുന്നു. വളരെ സവിശേഷമായ അനുഭവങ്ങളിലൂടെയും ദൈവനിശ്ചിതമായ ജീവിതപാതയിലൂടെയും പരിശീലന കാലം പൂർത്തിയാക്കി പൗരോഹിത്യത്തിന്റെ വിശാല വീഥിയിലേക്ക് പ്രവേശിച്ച ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛൻ തന്നെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഓർമ്മിക്കുന്നത് ഏറെ കൃതജ്ഞതയോടെയാണ്. സെമിനാരി ജീവിതത്തിലേക്ക് ഇരുകൈയും നീട്ടി സ്വീകരിച്ച അഭിവന്യ കുണ്ടുകുളം പിതാവ് മുതൽ ഒട്ടേറെ പേരുടെ പ്രോത്സാഹനം തന്റെ സേവന വീഥിയിൽ വിളക്കായിരുന്നുവെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അനേകരിലൂടെയാണ് ഓരോ അവസരങ്ങളിലും വ്യത്യസ്തങ്ങളായ സേവന മേഖലകളിലേക്ക് അത്ഭുതകരമാം വണ്ണം അദ്ദേഹം നയിക്കപ്പെട്ടു പോന്നിട്ടുള്ളത്. മാർ ജോസഫ് കുണ്ടുകുളം, തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത, എന്നെ എപ്പോഴും പ്രചോദിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. എന്നെ സെമിനാരിയിൽ എടുക്കുകയും വൈദികനായി അഭിഷേകിക്കുകയും ചെയ്തത് മാർ ജോസഫ് കുണ്ടുകുളം തിരുമേനിയാണ്. പിന്നീട് വന്ന ജേക്കബ് തൂങ്കുഴി പിതാവും ഇപ്പോഴുള്ള ആൻഡ്രൂസ് താഴ്ത്ത് പിതാവും റാഫേൽ തട്ടിൽ പിതാവും എല്ലാം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. മറ്റുള്ളവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ വളർന്നത്. ഈശോയുടെ വലിയ പരിപാലനയായിരുന്നു അത്. ആദ്യത്തെ ഇടവകയായ പൂമലയിലെ, ഇന്ന് ഞാൻ ഓർക്കുന്നു, 1991 ക്രിസ്മസ്
മറക്കാത്ത ഓർമ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ക്രിസ്മസിൻ്റെ അന്ന് ഒരു ലെറ്റർ ലഭിച്ചു. ആദ്യത്തെ കുർബാന കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ്, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും, ക്രിസ്മസിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. അച്ഛാ, ഇതിലൊരു 100 രൂപ വയ്ക്കുന്നു. നമ്മുടെ ഇടവകയിൽ ആരെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അച്ഛനെ അറിയുമായിരിക്കും, അവർക്കിത് കൊടുക്കണം. രണ്ടാമത്തെ കുർബാനയ്ക്ക് ആളുകൾ വന്നപ്പോൾ കുർബാന സ്വീകരണ സമയത്ത് ഞാൻ ഒരാളോട് പറഞ്ഞു, കുർബാന കഴിഞ്ഞൊന്ന് കാണണം. ആ മനുഷ്യൻ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ ക്രിസ്മസിനൊക്കെ വല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ, കുട്ടികൾക്ക് എന്തൊക്കെ വാങ്ങിച്ചു? അദ്ദേഹം പറയാണ്, ക്രിസ്മസ് ആഘോഷിക്കാൻ ആകെ ഒരു ഗ്ലാസ്സിൽ ഒരല്പം അരിയാണ് ഞങ്ങൾക്കുള്ളത് അച്ഛാ. ആ 100 രൂപ കൊടുത്തപ്പോൾ ആ ക്രിസ്മസ് ഒരിക്കലും മറക്കാത്ത ഓർമ്മയായി മാറി. നമ്മുടെ ഇടവകയിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെയുള്ള ഒരു ശൈലി രൂപപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ്. സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ ദൈവം ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛനെ ഭരമേൽപ്പിച്ചിരുന്ന തടവറ പ്രേക്ഷിത പ്രവർത്തനമെന്ന വലിയ ദൗത്യത്തിൽ പൗരോഹിത്യ സ്വീകരണ ശേഷവും വ്യക്തമായ ദിശാബോധത്തോടെ ദൈവം അദ്ദേഹത്തെ വളർത്തി. അതിൻ്റെ ഫലമായാണ് 1991 തൃശൂർ വെട്ടുകാട് തടവറ വിമുക്തർക്കുള്ള നവീകരണ കേന്ദ്രമായ സ്നേഹാശ്രമം സ്ഥാപിക്കപ്പെടുന്നത്. പ്രിസൺ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളിൽ നിർണായകമായ ഒരു കാൽവയ്പായിരുന്നു അത്. പൂമലയിലായിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായി തടവറ മക്കൾക്ക്, തടവറ വിമുക്ത മക്കളുടെ നവീകരണ കേന്ദ്രമായി സ്നേഹാശ്രമം തൃശ്ശൂരടുത്ത് വെട്ടുകാട് നിലവിൽ വരുന്നത്. 1991 ഒക്ടോബർ 1-ാം തീയതി അതിന് തുടക്കം കുറിച്ചു. അതിന് ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് ഫ്രാൻസിസ് കൊടിയൻ അച്ഛനാണ്. അന്ന് അച്ഛൻ ജീസസ് ഫ്രറ്റേണിറ്റിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. ഡയറക്ടർ അച്ഛനായിരുന്ന ഫാദർ ജോസഫ് മക്കോളി, ഇവരുടെയൊക്കെ പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ ആദ്യത്തെ തടവറ നവീകരണ കേന്ദ്രം, തടവറ മക്കളുടെ നവീകരണ കേന്ദ്രം അവിടെ രൂപം കൊണ്ടു. അതിൻ്റെ ഡയറക്ടറായി ഞാൻ നിയമിതനായി. അതോടുകൂടി വെട്ടുകാട് സ്നേഹാശ്രമം സ്ഥിതി ചെയ്യുന്ന വെട്ടുകാട് ഇടവകയുടെ വികാരിയുമായി ദൈവം എന്നെ വളർത്തുകയായിരുന്നു. വെട്ടുകാട് ഇടവകയിലെ ആ ഇടവ മക്കളോട് കൂടിച്ചേർന്ന് സ്നേഹാശ്രമത്തെ വളർത്താൻ കർത്താവ് എന്നെ ഉപകരണമാക്കി. പലപ്പോഴും ലോകത്തിനു മുന്നിൽ പരിഗണന ലഭിക്കാതെ പോകുന്ന ഒരു ദുർബല വിഭാഗമാണ് ജയിൽ വിമോചിതരായ അനേകർ. ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ തെറ്റായ വഴികളിലേക്കെത്തിക്കുന്ന അവരിൽ പലരും ഒരു തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എങ്കിലും അവരിൽ നിന്ന് നിർദാക്ഷിണ്യം ദൃഷ്ടിയകറ്റുന്ന സമൂഹം കുറ്റവാളികളെന്ന മേൽവിലാസം തന്നെയാണ് ഒരുപക്ഷെ തുടർന്നും അവർക്ക് നൽകുക. എന്നാൽ കാരാഗൃഹവാസികളെ തന്നെ എന്നവണ്ണം സ്നേഹത്തോടെ സമീപിക്കുവാൻ
ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുവിനെ പിഞ്ചെന്നുകൊണ്ടാണ് സ്നേഹാശ്രമം സ്ഥാപിക്കപ്പെട്ടത്. ഒരു തിരിച്ചുവരവ് അസാധ്യമെന്ന് നിരാശയോടെ ചിന്തിച്ച ഒട്ടേറെ ആത്മാക്കൾ സ്നേഹാനുഭവത്തിലൂടെ ഒരു പുലർവെളിച്ചത്തിലേക്ക് ഇതിനകം കടന്നു വന്നിരിക്കുന്നു. ഒരു സ്ഥലത്ത് ഒരു കുറ്റവാളി ഉണ്ടായാൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകും. കേരളത്തിലെ എല്ലാ കുറ്റവാളികളെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണോ എന്നുള്ള ചോദ്യമൊക്കെ നടന്നപ്പോൾ അവിടെ കർത്താവിൻ്റെ ഒരു ഉപകരണമാകാൻ ആ ഇടവക മക്കളോട് തമ്പുരാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയാണ്, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന ആ വാക്കുകളുടെ സാക്ഷാത്കാരമാണ് ഈ പ്രവർത്തനം. അതുകൊണ്ട് നമ്മുടെ ഇടവക പുണ്യപ്പെട്ടതായി തീരുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് അവർ അത് ഏറ്റെടുത്തു. ആ സ്നേഹാശ്രമത്തിലെ ഒരു കൊച്ചെ വരുമ്പോൾ വെട്ടുകാട് ഇടവയിലെ പല വീടുകളിലും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സ്നേഹാശ്രമത്തിൽ ഞങ്ങൾ കടന്നു വരുന്ന മക്കളെ അന്തേവാസികൾ എന്നല്ല പറഞ്ഞിരുന്നത്, മക്കളെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു കുടുംബാന്തരീക്ഷം, അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പരിശ്രമിക്കുകയായിരുന്നു സ്നേഹാശ്രമത്തിലൂടെ. വളരെ മനോഹരമായ ഒരു പ്രവർത്തന ശൈലിയുടെ സ്ഥലമാണ്. ഹിംസയുടെ ലോകത്തിൽ നിന്ന് അഹിംസയുടെ ലോകത്തിലേക്ക്, കൊല്ലുന്നവരുടെ ലോകത്തിൽ നിന്ന് ജീവൻ്റെ ലോകത്തിലേക്ക്, ഇതൊക്കെയാണ് അവിടുത്തെ ശൈലി. ഒരു കൊച്ചു ഉറുമ്പിനെ പോലും കൊല്ലാതെ നോവിക്കാതെ ജീവിക്കണമെന്നുള്ള മഹനീയമായ തത്വം അവിടെ മക്കൾ പരിശീലിക്കുകയായിരുന്നു. അടഞ്ഞു കിടക്കുന്ന ലോകത്ത് നിന്ന് തുറന്നു കിടക്കുന്ന ലോകത്തിലേക്ക്, ജയിലൊക്കെ അടഞ്ഞ് കൊട്ടിയടയ്ക്കപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ഒരു ഗേറ്റും മതിലുകളും ഒന്നുമില്ലാത്ത സ്നേഹാശ്രമ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവമാണ് തടവറ മക്കൾക്ക്. മതിലുകളുള്ള ലോകത്ത് നിന്ന് മതിലുകളില്ലാത്ത ലോകത്തിലേക്ക്, പൂട്ടുകളുള്ള ലോകത്ത് നിന്ന് പൂട്ടുകളില്ലാത്ത ലോകത്തിലേക്ക്, അധികാരത്തിൻ്റെ ലോകത്ത് നിന്ന് ശുശ്രൂഷയുടെ ലോകത്തിലേക്ക്, ഇതൊക്കെയായിരുന്നു സ്നേഹാശ്രമത്തിൻ്റെ ശൈലി. കടന്നു വന്ന തടവറ മക്കളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി, അതിലൂടെ ഒത്തിരി പേര് രൂപാന്തരപ്പെട്ടു. ഒരു പ്രാവശ്യം ഞാൻ ഈ സ്നേഹാശ്രമ മക്കളെ ദേഷ്യപ്പെടുകയായിരുന്നു, എന്താ അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഒരുത്തൻ പെട്ടെന്ന് വാവിട്ട് കരയുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ കരച്ചിൽ എന്തടാ കരയണേ എന്ന് ചോദിച്ചപ്പോൾ കരച്ചിലിനിടയിൽ മുരളി പറയുകയാണ്, അച്ഛാ, അച്ഛനെ പോലൊരു അച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന്. പൗരോഹിത്യ സ്വീകരണത്തെ തുടർന്നുള്ള ഏകദേശം 2 പതിറ്റാണ്ടോളം ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛൻ തടവറ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഇന്ന് ഭാരതത്തിൽ 1397 ജയിലുകളിലായി ശിക്ഷ അനുഭവിക്കുന്ന 4 ലക്ഷത്തിലേറെ ജയിൽവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന 6000-ലേറെ പ്രേക്ഷിത പ്രവർത്തകരും ഒട്ടേറെ പ്രവർത്തന പദ്ധതികളുമുള്ള CBCAയുടെ ജയിൽ മിനിസ്ട്രിയെ ദൈവം വളർത്തിയത് ഈ പുരോഹിതനിലൂടെയാണ് എന്നത് വിസ്മയനീയമാണ്. അതിനുശേഷം ഞാൻ നാഷണൽ കോർഡിനേറ്ററായിട്ട്, പ്രസന്റ് മിനിസ്ട്രിയുടെ നാഷണൽ കോർഡിനേറ്ററായിട്ട് ബാംഗ്ലൂർക്ക് പോവുകയാണ്. പിതാക്കന്മാർ അതിന് അനുവാദം തന്നു. അങ്ങനെ ബാംഗ്ലൂര് ഒരു ചെറിയ ഫാം ഹൗസിലെ അവിടെയുണ്ടായിരുന്ന തൊഴുത്തിലാണ് പ്രസന്റ് മിനിസ്ട്രി ഇന്ത്യയുടെ നാഷണൽ ഓഫീസ് തുടങ്ങിയത്. ബാംഗ്ലൂരടുത്ത് ഹുസ്കൂർ
എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അതിലുണ്ടായിരുന്നു, ആശീർവാദമുണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റർ ഫിദേലിസും സിസ്റ്റർ ക്ലാരയും ഞാനും കൂടി ചേർന്ന് തടവറ പ്രേക്ഷിത പ്രവർത്തനം നാഷണൽ ലെവലിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഫാദർ മൈക്കിൾ കുമ്മിണിയിൽ MSTയും ഞങ്ങളോട് ചേർന്നു. ഇന്ന് അത് വളരെ മനോഹരമായ പ്രവർത്തന രംഗമായി തീർന്നിട്ടുണ്ടെങ്കിൽ അന്ന് അത് രൂപപ്പെടുത്തിയതിൻ്റെ ശൈലികളായിരുന്നു. ദൈവപരിപാലനയുടെ ശക്തമായ കരം ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അനുഭവങ്ങളായിരുന്നു തങ്ങൾക്ക് ശക്തി പകർന്നിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട വർഗീസ് കരിപ്പേരിയച്ചൻ സ്മരിക്കുന്നു. ദൈവം നിയോഗിച്ച സേവന മേഖലകളിൽ മുന്നേറുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്ന ഉയർച്ചകൾ കണ്ടെത്തുവാനും ദൈവാശ്രയബോധം മാത്രമാണ് ആവശ്യമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശൂന്യമായ ബാങ്ക് അക്കൗണ്ടുകളോ മാനുഷികമായ മറ്റു പരിമിതികളോ ഈ അഭിഷിക്തനെ ഒരിക്കലും തളർത്തിയിരുന്നില്ല. ദൈവപരിപാലനയുടെ അനുഭവങ്ങൾ. ഒരു പ്രാവശ്യം ബാങ്ക് അക്കൗണ്ടിൽ 2 ഡിജിറ്റ് 64 രൂപയുണ്ടായിരുന്നപ്പോൾ ബാങ്ക് മാനേജർ ചോദിക്കുകയുണ്ട്, അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എന്താ 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ എന്ന്. ഞാനിപ്പോഴും ഓർക്കുന്നു, ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാം മനോഹരമായി തീരും. അത് വളരെ മനോഹരമായി ഇന്ന് നടക്കുന്നുണ്ട്. ഒത്തിരി വ്യക്തികൾ ഈ പ്രവർത്തന രംഗത്ത് സജീവമായുണ്ട്. അങ്ങനെ തടവറ പ്രേക്ഷിത പ്രവർത്തനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിച്ചു. കാരുണ്യത്തിന്റെ മാലാഖിയായി ലോകം വാഴ്ത്തിയ മദർ തെരേസയുമായി ഒരിക്കൽ അടുത്തിടപഴകുവാനായ ഓർമ്മകൾ ബഹുമാനപ്പെട്ട കരിപ്പേരിയച്ചൻ്റെ മനസ്സിൽ ഇന്നും നിറം മങ്ങാതെ നിൽക്കുന്നു. അഗതികളുടെ ആശ്രയമായി മാറി ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് നീങ്ങുന്ന ആ അമ്മ എന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആവേശം വിതച്ചിരുന്നു. തടവറ പ്രേക്ഷിത പ്രവർത്തനങ്ങളോട് വലിയ ആഭിമുഖ്യം പ്രകടിപ്പിച്ച വാഴ്ത്തപ്പെട്ട മദർ തെരേസയുടെ വാക്കുകളും പ്രോത്സാഹനവും തുടർന്നുള്ള കാലങ്ങളിലെന്നും ബഹുമാനപ്പെട്ട കരിപ്പേരിയച്ചൻ്റെ ഹൃദയത്തിൽ വെളിച്ചം പകരുന്നു. 1995 സെപ്റ്റംബർ 22 പ്രസൻ മിനിസ്ട്രി ഇന്ത്യയുടെ നാഷണൽ ഗാദറിംഗ് എല്ലാ സുപ്പീരിയേഴ്സിനും കത്തെഴുതിയത് കൂട്ടത്തിൽ മദർ തെരേസയ്ക്കും കത്തെഴുതി. വളരെ ഉദാരതയോടെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മദർ തെരേസ സമ്മതിച്ചു. മീറ്റിംഗ് തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പേ വന്നതുകൊണ്ട് അമ്മയുമായി സംസാരിക്കുവാനും ഫോട്ടോകൾ എടുക്കുവാനും എല്ലാവർക്കും സാധിച്ചു. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു തടവറ മക്കളുടെ ഇടയിലെ പ്രവർത്തനം. അമ്മ പറയുകയാണ്, ഇറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് ടു വർക്ക് എമംഗ് ദ പീപ്പിൾ ബിഹൈൻഡ് ദ ബാഴ്സ്. ഇതായിരുന്നു വാഴ്ത്തപ്പെട്ട മദർ തെരേസയുടെ വാക്കുകൾ. അമ്മയോടൊപ്പം സ്റ്റേജിലിരിക്കുമ്പോൾ ബലഹീനനായ എന്നെ ദൈവം ഉയർത്തിയ രീതികൾ ഞാൻ ഓർക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു. ആ അമ്മ തടവറ പ്രേക്ഷിത പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേർന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ബഹുമാനപ്പെട്ട കരിപ്പേരിയച്ഛൻ്റെ ജീവിത വീഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഏറെ വസ്തുതകളുണ്ട്. ചെറുപ്പം മുതൽ ഇങ്ങോട്ട് എന്നും പാവപ്പെട്ടവർക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടവറ മക്കൾക്കു വേണ്ടിയുള്ള ശുശ്രൂഷയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. പിന്നീടും സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട അശരണരും അസംഘടിതരുമായ പല സമൂഹങ്ങൾക്കിടയിലും അദ്ദേഹം ഓടിയെത്തി. ഇരുളടഞ്ഞ പല സമൂഹങ്ങൾക്കിടയിലേക്കും പ്രേക്ഷിത പ്രവർത്തകർക്ക് കടന്നു ചെല്ലുവാനായി വഴി തെളിക്കുകയായിരുന്നു തൻ്റെ ദൗത്യമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ആരും കടന്നെത്താത്ത ഇരുണ്ട ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശവുമായി വന്നെത്തിയ ഒരു ശുശ്രൂഷകൻ. ആ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നു നൽകിയ ബോധ്യങ്ങളേറെയും ഈ ലോകത്തിനു മുന്നിൽ വിസ്മയനീയമായ തിരിച്ചറിവുകളായിരുന്നു. ഏറെ ആത്മാക്കൾ ആ അഭിഷിക്തന്റെ കരസ്പർശത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം നുകർന്നു. ഇനിയും അവസാനിക്കാത്ത ലക്ഷ്യങ്ങളുമായി ക്രിസ്തുവിൻ്റെ വയലിൽ അധ്വാനം തുടരുന്ന ഈ അഭിഷിക്തന്റെ കൂടുതൽ വാക്കുകൾക്കായി നമുക്ക് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം. അപ്പോൾ ഏകദേശം 7 ലക്ഷത്തിൽ പരം ആളുകൾ പ്രവർത്തിക്കുന്ന കർമ്മരംഗമാണിത്. ഒത്തിരി നന്മ ചെയ്യുന്ന കർമ്മരംഗം. ഡ്രൈവർമാർ പലപ്പോഴും അവരുടെ മഹത്വം മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട്, അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഒത്തിരി നന്മകൾ സമൂഹത്തിൽ ചെയ്യിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് സാരഥി എ ഹെൽപ്പ് ലൈൻ ഫോർ ഡ്രൈവേഴ്സ് രൂപപ്പെട്ടത്. അതിൻ്റെ കടം വീട്ടുന്നതിന് ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പായിട്ട് കടം വീട്ടാനുള്ള കുറച്ച് കാശും കൂടി വേണം. പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു ചെറിയ പിരിവെടുത്തു. ആ പിരിവിൻ്റെ പാത്രത്തിൽ ഒരു വിവാഹമോതിരമുണ്ടായിരുന്നു. തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി, റിഫോം പേഴ്സണലി. നല്ല സാമ്പത്തിക കഴിവുള്ള സ്ത്രീകൾ, കഴിവില്ലാത്ത പെൺകുട്ടികളെ സഹായിക്കുന്ന മനോഹരമായ ഒരു ബ്രിഡ്ജ് മേക്കിംഗ്, ഉദാരതയുടെ ഒരു പാലം.